അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ അടിതെറ്റുമെന്നുറപ്പായതോടെ യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പിച്ചും പേയും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ജനാധിപത്യത്തിന്റെ മുൻനിരയിലേക്ക് യോഗിയെ പോലെയുള്ളവരെ കൊണ്ടുവരുന്നത് തന്നെ വർഗീയ വിഷം കുത്തിനിറക്കാനാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. 75 വയസ്സ് കഴിഞ്ഞ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാൻ പാർട്ടി ആവശ്യപ്പെടുമെന്ന ഭയത്തിൽ നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ പിൻഗാമിയായി പലരും പറഞ്ഞിരുന്ന യോഗി ആദിത്യനാഥ് ഇനി ആ കസേരയിലേക്ക് ഉണ്ടാകില്ല. അതിന് ജനങ്ങൾ സമ്മതിക്കില്ല. അത്രയ്ക്കും പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ യോഗി എന്ന യു.പി. മുഖ്യമന്ത്രി. അത് മറച്ചുവെക്കാൻ ഇപ്പോൾ കോൺഗ്രസിനെതിരെ പുതിയ വർഗീയ തന്ത്രവുമായി വന്നിരിക്കുകയാണ്. അതായത് അയോധ്യ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി കോൺഗ്രസ് അയോധ്യയിലെ ഹനുമാൻഗഡി ക്ഷേത്രത്തിന്റെ പടികളിൽ വരെ മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാൻ അനുവാദം നൽകിയിരിക്കുന്നുവെന്ന വർഗീയ ആരോപണവുമായിട്ടാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തെത്തിയിരിക്കുന്നത്. രാമക്ഷേത്രക്കൊള്ള സമൂഹത്തിൽ വലിയ ചർച്ചയായതിനിടെ അയോധ്യ സന്ദർശനത്തിലാണ് യോഗി വിവാദ പരാമർശങ്ങൾ നടത്തിയത്. ജുമാ മസ്ജിദിനുള്ളിൽ കയറി ഹനുമാൻ ചാലിസ ചൊല്ലാൻ പ്രതിപക്ഷ പാർട്ടികൾ സമ്മതിക്കുമോ എന്ന തികച്ചും വർഗീയ പരാമർശവും നടത്തിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥ്. മുൻകാലങ്ങളിൽ അധികാരത്തിലിരുന്ന സർക്കാരുകൾ വിശ്വാസത്തെ വോട്ടായി കണ്ടു മാത്രമേ സമീപിച്ചിട്ടുള്ളൂവെന്നും ഇത് വലിയ പാപമാണെന്നും പറഞ്ഞ് കോൺഗ്രസിനെയും സമാജ്വാദി പാർട്ടിയെയും ഹൈന്ദവ വിരുദ്ധരാണെന്ന് ചിത്രീകരിക്കാൻ യോഗി നടത്തുന്ന ഈ നാടകങ്ങൾ അയോധ്യയിൽ പണികിട്ടി എന്നുറപ്പിക്കുന്നതാണ്. എന്നാൽ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകൾ മറച്ചുവെക്കാനും ശ്രദ്ധ തിരിക്കാനുമാണ് സർക്കാർ ഇത്തരത്തിൽ വിവാദ പ്രസ്താവനകൾ നടത്തുന്നതെന്ന് യു.പി. ഒന്നടങ്കം അഭിപ്രായം ഉന്നയിച്ചു കഴിഞ്ഞു. യോഗി ആദിത്യനാഥ് ഗത്യന്തരമില്ലാതെ അവസാന അടവെന്നുള്ള നിലയിൽ വിശ്വാസത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നുവെന്നാരോപിച്ച് ഹൈന്ദവ സമൂഹം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. രാമക്ഷേത്ര ട്രസ്റ്റിലെ ക്രമക്കേടുകളും അത് സംബന്ധിച്ച് നടക്കുന്ന അന്വേഷണങ്ങളും വാർത്തകളിൽ നിറയുന്നതിനിടെ പണിപാളി എന്നുറപ്പിക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ പ്രധാന പ്രസ്താവനകൾ എന്നത് ശ്രദ്ധേയം. അതായത് യോഗിയല്ല മോദിക്കും എല്ലാം മുകളിലാണ് ഹൈന്ദവ വോട്ടർമാർക്ക് അയോധ്യ എന്ന വികാരം. ആ അയോധ്യയിൽ ഭഗവാൻ ശ്രീരാമന്റെ മുന്നിൽ വെച്ച് യാതൊരു ഉളുപ്പുമില്ലാതെ കോടിക്കണക്കിന് രൂപ അടിച്ചുമാറ്റിയത് ആരെയെന്ന് എല്ലാവർക്കും അറിയാം. അവരെ സംരക്ഷിക്കാൻ യോഗി ആദിത്യനാഥ് നടത്തുന്ന ഈ ശ്രമം ഇനി എത്ര വർഗീയത കൊണ്ട് മൂടിവെക്കാൻ ശ്രമിച്ചാലും നടക്കില്ല. അത് യു.പി. ജനത തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളതിന്റെ സൂചനയാണ് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ കള്ളന്മാരെ കള്ളന്മാർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം അവരെ വെള്ളപൂശി പാർട്ടിയെ നാണക്കേടിൽ നിന്ന് രക്ഷിക്കാമെന്ന യോഗിയുടെ വളഞ്ഞ ബുദ്ധി അടപടലം പാളുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.